അഴിമതിയുടെയും ക്രമക്കേടിന്റെയും കൂടുതൽ തെളിവുകൾ പുറത്തേക്ക്. UDF സർക്കാരിന്റെ അവസാന കാലത്തെ റവന്യൂ വകുപ്പിന്റെ ഉത്തരവുകൾ ക്രമവിരുദ്ധമാണെന്ന് എ.കെ. ബാലൻ അധ്യക്ഷനായ ഉപസമിതിയുടെ കണ്ടെത്തൽ. കരുണ, കടമക്കുടി, ചെമ്പ്, മെത്രാൻകായൽ നികത്തലടക്കം 47 ഉത്തരവുകൾ ചട്ടം ലംഘിച്ചാണെന്നാണ് കണ്ടെത്തിയത്. ചീഫ് സെക്രട്ടറിയുടെയും നിയമവകുപ്പിന്റെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കാനാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്തെ കടുംവെട്ടുകളിൽ കർശന നടപടി ഉറപ്പായി 127 ഉത്തരവുകൾ പരിശോധിച്ചതിൽ 47 ഉത്തരവുകളിൽ പ്രഥമ ദൃഷ്ട്യാ ചട്ടലംഘനം കണ്ടെത്തി. 467 ഏക്കറോളമുള്ള മെത്രാൻകായൽ നികത്തി ടൂറിസം പദ്ധതിക്ക് നൽകിയ അനുമതി, പോപ്സ് ഗ്രൂപ്പ് കൈവശം വെച്ച കരുണ എസ്റ്റേറ്റിന് കരമടയ്ക്കാനുള്ള ഉത്തരവ്, സന്തോഷ് മാധവൻ ഉൾപ്പെട്ട കമ്പനിക്ക് പുത്തൻവേലിക്കരയിൽ നിലം നികത്താൻ അനുമതി നൽകിയത്, പീരുമേട്ടിൽ ഏക്കർ കണക്കിന് മിച്ചഭൂമി ഹോ പ്ലാന്റേഷൻ നൽകിയ ഉത്തരവ്, കടമക്കുടിയിലെയും ചെമ്പിലെയും നിലം നികത്തലടക്കമുള്ള വിവാദ ഉത്തരവുകൾ ക്രമവിരുദ്ധമാണ്. നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളുടെ പച്ചയായ ലംഘനമാണ് പൊതുവായി കണ്ടെത്തിയത്. ചെമ്പിലെ നികത്തൽ ഒഴികെയുള്ള വിവാദ ഉത്തരവുകളിൽ പലതും രൂക്ഷ വിമർശനം മൂലം UDF സർക്കാർ തന്നെ മരവിപ്പിച്ചിരുന്നു. എന്നാൽ ഉത്തരവ് മരവിപ്പിച്ചതും പിൻവലിച്ചതും കൊണ്ട് ചട്ടം ലംഘിച്ചവരും അതിന് പ്രേരിപ്പിച്ചവരും രക്ഷപ്പെടാൻ പാടില്ലെന്നായിരുന്നു ഉപസമിതിയുടെ പൊതുവികാരം. റവന്യൂ നിയമവകുപ്പുകളോടും ചീഫ് സെക്രട്ടറിയോടും വിശദമായ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഉപസമിതി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി മന്ത്രിസഭയ്ക്ക് കൈമാറും. വിവാദ ഉത്തരവുകളിൽ വിശദമായ അന്വേഷണം ഉറപ്പാണ്.